വെൽക്കം വൺസ് അഗെയിൻ. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോ സെഗ്മെൻറ്റിൽ പഠിക്കാൻ പോകുന്നത് CARO 2020. ഓക്കെ, നമ്മുടെ അമെൻമെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു പുതിയ ഏരിയ ആണ്. CARO 2016 ഫ്രം May 22 എക്സാംസ് ഓൺവേർഡ്സ് ആപ്ലിക്കബിൾ അല്ല. വിൽ ബി സ്റ്റഡിങ് CARO 2020. ഈ CARO 2020 എന്ന 143 സബ്സെക്ഷൻ 11 പറയുന്ന റിക്വയർമെൻറ്റ്സ് ഓഡിറ്റിൻ്റെ ഡ്യൂട്ടീസ് ആണ്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇൻ ദിസ് വീഡിയോ സെഗ്മെൻറ്റ് വി വിൽ ബി ഫോക്കസിങ് ഓൺ ദ ആപ്ലിക്കബിലിറ്റി പാർട്ട്. ആർക്കൊക്കെയാണ് എപ്പോഴെല്ലാമാണ് CARO ആപ്ലിക്കബിൾ ആവുക എന്നാണ് നമ്മൾ ഈ വീഡിയോ സെഗ്മെൻറ്റിൽ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം 143 സബ്സെക്ഷൻ 11ലാണ് നമ്മളിത് പഠിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മളൊരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ് പഠിക്കുന്നത്. വി ആർ ഡിസ്കസിങ് എ ഡ്യൂട്ടി ഹിയർ. കാരണം 143 ഫുൾ ഡ്യൂട്ടീസും റൈറ്റ്സും ആണല്ലോ. സോ 143 സബ്സെക്ഷൻ 11 നമ്മൾ ആക്ച്വലി പഠിക്കുന്നതും ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി തന്നെയാണ്. എപ്പോഴാണ് ഈ ഡ്യൂട്ടി വരിക? 143 സബ്സെക്ഷൻ 11 ചില ക്ലാസ് ഓഫ് കമ്പനീസിനെ പറ്റി പറയുന്നുണ്ട്. അത്തരം ക്ലാസ് ഓഫ് കമ്പനീസിന് ദേ ഹാവ് ടു കംപ്ലൈ വിത്ത് എ സർട്ടൻ ഓർഡർ ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിനെയാണ് നമ്മൾ കമ്പനീസ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓർഡർ 2020 എന്ന് വിളിക്കുന്നത്. ഈ പറയുന്ന CARO 2020 എന്ന സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന റിപ്പോർട്ടിംഗ് ഓർഡർ ഏതൊക്കെ കമ്പനിക്കാണോ ആപ്ലിക്കബിൾ ആകുന്നത് ആ കമ്പനികളിൽ നിങ്ങൾ ഓഡിറ്റർ ആണെങ്കിൽ യു ഹാവ് ടു റിപ്പോർട്ട് ആൻസർ സം ക്വസ്റ്റ്യൻസ് വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ഓർഡർ. അതാണ് നമ്മുടെ ഡ്യൂട്ടി. സോ 143 സബ്സെക്ഷൻ 11 CARO 2020 എങ്ങനെ ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് യുവർ ക്ലയൻറ്റ് കമ്പനി, നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ക്ലയൻറ്റ് കമ്പനിക്ക് ഈ പറയുന്ന CARO ഓർഡർ ആപ്ലിക്കബിൾ ആണെങ്കിൽ, കമ്പനീസ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓർഡർ, സെൻട്രൽ ഗവൺമെൻറ് ഈ റിപ്പോർട്ടിംഗ് ഓർഡർ ആപ്ലിക്കബിൾ ആണെങ്കിൽ, ദെൻ ഇത്തരം കമ്പനികളിൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ആൻസർ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഇൻ യുവർ പാരഗ്രാഫ് 3. ഓക്കെ, ഈ പറയുന്ന CARO 2020 എന്ന ഓർഡറിൻ്റെ 3ാമത്തെ പാരഗ്രാഫിൽ ഒരു 10-21 ക്ലോസുകളുണ്ട്. ആ ക്ലോസുകളിൽ പറയുന്ന ഓരോ ചോദ്യത്തിനെ പറ്റിയിട്ടുമുള്ള ഉത്തരങ്ങൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആൻഡ് റിപ്പോർട്ട് ദാറ്റ്. അതാണ് 143 സബ്സെക്ഷൻ 11 ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, സോ ദ സെൻട്രൽ ഗവൺമെൻറ് മേ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി NFRA by a general or specific order direct in respect of such class or description of companies as may be specified in the order. So it is not applicable to every company. CARO applicable അല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും, CARO ആപ്ലിക്കബിലിറ്റി വരാത്ത കമ്പനീസ് ഉണ്ടാവും. സോ അത്തരം കമ്പനികളിലാണ് നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല, ഇതിനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടിംഗ് നടത്തേണ്ട ആവശ്യമില്ല. ബട്ട് ഇഫ് യുവർ കമ്പനി ഫോൾസ് അണ്ടർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് 143 സബ്സെക്ഷൻ 11, നിങ്ങളുടെ ക്ലയൻറ്റ് കമ്പനിക്ക് ഇത് ആപ്ലിക്കബിലിറ്റി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ അപ്പാർട്ട് ഫ്രം ദ നോർമൽ റിപ്പോർട്ടിംഗ് വി ആർ മേക്കിംഗ്, നമ്മൾ SS 700 പ്രകാരമുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഒബ്വിയസ്ലി കൊടുക്കുമല്ലോ. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ദി ഒബ്ജക്റ്റീവ് ഓഫ് എൻ ഓഡിറ്റ് ഇസ് ടു എക്സ്പ്രസ് എൻ ഒപ്പീനിയൻ. ആ റിപ്പോർട്ടിന് പുറമെ അഡീഷണൽ ആയിട്ട് നമ്മൾ നടത്തുന്ന ഒരു റിപ്പോർട്ടിംഗ് റിക്വയർമെൻ്റ് ആണ് ഈ CARO 2020 റിപ്പോർട്ട് ഓർഡർ. ഓക്കെ ആണോ? സോ സെൻട്രൽ ഗവൺമെൻറ് മേ ബൈ സ്പെസിഫിക് ഓർ എ ജനറൽ ഓർഡർ ഡയറക്ട് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ക്ലാസ് ഓർ ഡിസ്ക്രിപ്ഷൻ ഓഫ് കമ്പനീസ് ദാറ്റ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഷാൽ ഓൾസോ ഇൻക്ലൂഡ് എ സ്റ്റേറ്റ്മെന്റ്. സോ അഡീഷണൽ ആയിട്ട് പറയുകയാണ് ഓൺ സച്ച് മാറ്റേഴ്സ് ആസ് മേ ബി സ്പെസിഫൈഡ് ദെയർ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഓരോ 21 ക്ലോസും പഠിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഓരോ ക്ലോസിൻ്റെയും റിക്വയർമെൻറ്റ്സ്, എന്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോ സെഗ്മെൻറ്റ്സ് ആയിട്ട് പഠിക്കുന്നുണ്ടാവും. ഇൻ ദിസ് വീഡിയോ സെഗ്മെന്റ് ലെറ്റ് us ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആർക്കാണ് ഈ പറയുന്ന ഓർഡർ ആപ്ലിക്കബിൾ ആവുക, എപ്പോഴായിരിക്കും ആപ്ലിക്കബിലിറ്റി വരിക. സോ ലെറ്റ് us head to the matter here. Applicability. CARO 2020 143 സബ്സെക്ഷൻ 11 പറയുന്നു ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു എവറി കമ്പനി. എല്ലാ കമ്പനിക്കും ഈ CARO 2020 ആപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് എ ഫോറിൻ കമ്പനി. ഇപ്പോൾ ഫോറിൻ കമ്പനി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഫോറിനിൽ ഇൻകോപ്പറേറ്റ് ചെയ്തു ബട്ട് ഹാവിങ് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അവർക്ക് ഓപ്പറേഷൻസ് ഉണ്ട്. അത്തരം കമ്പനികളാണ് ഇവിടെ ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോറിനിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ഫോറിനിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഏതൊരു കമ്പനീനെ ഇവിടെ അതിനെ നമ്മൾ ലിറ്ററലി ഫോറിൻ കമ്പനി എന്ന് പറയാം. പക്ഷേ അവരെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദോസ് കമ്പനീസ് വിച്ച് ആർ ഇൻകോപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, ഓക്കെ, ബട്ട് ഹാവിങ് ദിസ് പ്ലേസ് ഓഫ് ഓപ്പറേഷൻ ഇൻ ഇന്ത്യ, ഇൻസൈഡ് ഇന്ത്യ. അതിനാണ് അത്തരം കമ്പനീസാണ് ഇവിടെ ഫോറിൻ കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നതും. ആൻഡ് അവർക്കും ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഈ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇത്തരം ഫോറിൻ കമ്പനീസിനും എന്ത് ആപ്ലിക്കബിലിറ്റി വരും? CARO 2020 ആപ്ലിക്കബിലിറ്റി വരും. സോ CARO 2020 ഈസ് ആപ്ലിക്കബിൾ ടു എവറി കമ്പനി ഇൻക്ലൂഡിങ് എ ഫോറിൻ കമ്പനി എക്സെപ്റ്റ്. അപ്പോൾ ആദ്യം എല്ലാവരെയും അങ്ങ് ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം എടുത്ത് പറക്കിക്കൊണ്ട് ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്ക്ലൂഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. സോ ഈ എക്സ്ക്ലൂഷൻസിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇനി ക്വസ്റ്റ്യൻസ് പഠിക്കാനുള്ളതും ഒരുപാട് കൺസെപ്റ്റ്സ് മനസ്സിലാക്കാനുള്ളതും. സോ ലിസൺ വെരി കെയർഫുള്ളി, നല്ല ശ്രദ്ധയോടെ ഇരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ CARO 2020 will be applicable to every company including a foreign company. ഫസ്റ്റ് എക്സെപ്ഷൻ കൊടുക്കുന്നത് ഒരു ബാങ്കിന്, ബാങ്കിങ് കമ്പനികൾക്ക് വേണ്ട. ഓക്കെ,
പ്രൈവറ്റ് ബാങ്ക് ആയിക്കോട്ടെ, നാഷണലൈസ് ബാങ്ക് ആയിക്കോട്ടെ, ഒരു വ്യത്യാസമില്ല. ബാങ്കിങ് കമ്പനിയാണ്. അതായത് ഇന്ത്യയിലത്തെ നിലവിൽ നിൽക്കുന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം പ്രവർത്തിക്കുന്ന ഏതൊരു ബാങ്കിങ് കമ്പനിയും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, ICICI ബാങ്ക്, ഏത് ബാങ്കും ഇവർക്കൊന്നും എന്ത് വരത്തില്ല, CARO 2020 ആപ്ലിക്കബിലിറ്റി വരത്തില്ല. ദെൻ ഇൻഷുറൻസ് കമ്പനികൾക്കും ആപ്ലിക്കബിലിറ്റി വരില്ല. സോ എവറി കമ്പനി, CARO 2020 ഈസ് ആപ്ലിക്കബിൾ ടു എവറി കമ്പനി ഇൻക്ലൂഡിംഗ് എ ഫോറിൻ കമ്പനി എക്സെപ്റ്റ് ബാങ്കിങ് കമ്പനി, ഇൻഷുറൻസ് കമ്പനി. എക്സെപ്ഷൻസ് മാത്രമേ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കാറുള്ളൂ. അതേപോലെ സെക്ഷൻ 8 കമ്പനി, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, സെക്ഷൻ 8 കമ്പനികൾക്ക് ആവശ്യമില്ല. 1% കമ്പനികളാണെങ്കിൽ അവർക്കും ആവശ്യമില്ല. സ്മോൾ കമ്പനിക്കും ആവശ്യമില്ല. അതേപോലെ ഒരു പ്രൈവറ്റ് കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും എന്ത് വരത്തില്ല, നമ്മളുടെ CARO 2020 റിപ്പോർട്ടിംഗ് ആപ്ലിക്കബിലിറ്റി വരില്ല. ഇനി ഇപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആപ്ലിക്കബിലിറ്റി. CARO ആർക്ക് ആപ്ലിക്കബിൾ ആവും? ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു എവറി കമ്പനി ഇൻക്ലൂഡിംഗ് എ ഫോറിൻ കമ്പനി. പക്ഷേ ഈ പറയുന്ന വിരലിലുണ്ടാവുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രം എക്സ്ക്ലൂഷൻ. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഇത്രേ തോന്നുള്ളൂ എങ്കിലും ഇതിൻ്റെ അകത്ത് ഓരോന്നിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മറിഞ്ഞിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ എക്സാമിന് നിങ്ങളെ ഒന്ന് ട്രിക്കി ആക്കിയിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ സാധ്യതയുള്ള പല സ്കോപ്പുകളും ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് അത്തരം സിറ്റുവേഷൻസിനെ ഇവിടെ അഡ്രസ്സ് ചെയ്യാം. സോ ലെറ്റ് us start with the banking company here. ബാങ്കിങ് കമ്പനിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. CARO is not applicable to a ബാങ്കിങ് കമ്പനി എന്ന് പറഞ്ഞല്ലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ NBFC, നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനീസ്. NBFCs കിട്ടണമല്ലോ, നമ്മുടെ മുത്തൂറ്റ്, മണപ്പുറം, ഇത്തരം ആൾക്കാർ, ഇവരും ഇതേപോലത്തെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ദേ ആർ ഓൾസോ ലെൻഡിങ് മണി, അല്ലേ? അവർ പൈസ ലെൻഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന NBFCs ഉണ്ട്. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കമ്പനീസും NBFCകളാണ്. അപ്പോൾ ഇത്തരം മ്യൂച്വൽ ഫണ്ട് കമ്പനീസ്, മുത്തൂറ്റ്, മണപ്പുറം, ഇങ്ങനത്തെ നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനീസ് ഉണ്ടല്ലോ, ഇവർക്ക് CARO ആപ്ലിക്കബിലിറ്റി വരുമോ? CARO ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു എ ബാങ്കിങ് കമ്പനി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലത്തെ ഫൈനാൻഷ്യൽ ബിസിനസ് ചെയ്യുന്ന NBFCകളുടെ കാര്യം വാട്ട് യു തിങ്ക്? അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ശ്രദ്ധിക്കാത്ത പോയിന്റ്സ് ആണ് എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് ട്രൂ ഓർ ഫോൾസിലോ MCQസിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ടോ വരാൻ ചാൻസ് ഉള്ളത്. കേസ് സ്റ്റഡി ക്വസ്റ്റൻസിലൊക്കെ ഇങ്ങനെ ABC ലിമിറ്റഡ്, ABC, NBFC അങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഹൗ വിൽ യു അഡ്രസ്? അതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, സോ അധികം സംശയിക്കേണ്ട ആവശ്യമില്ല. NBFCകൾക്ക് എന്ത് ആപ്ലിക്കബിലിറ്റി വരും? CARO 2020 ആപ്ലിക്കബിലിറ്റി വരും. ഓക്കെ, ഈ എക്സ്ക്ലൂഷൻ ബാങ്കിങ് കമ്പനി എന്ന ഡെഫിനിഷനിൽ NBFC കവേർഡ് അല്ല. ഓക്കെ ആണോ? അതുകൊണ്ട് NBFCകൾക്ക് എന്ത് സംഭവിക്കും? NBFCകൾക്ക് CARO 2020 ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ NBFCകളുടെ കാര്യം നമ്മൾ പഠിച്ചു. നൗ കൺസിഡർ ദ കേസ് ഓഫ് എ ഫോറിൻ ബാങ്കിങ് കമ്പനി. ഫോറിൻ ബാങ്കിങ് കമ്പനി ആണെങ്കിലോ? കാരണം CARO ഈസ് ആപ്ലിക്കബിൾ ടു എവറി കമ്പനി ഇൻക്ലൂഡിംഗ് എ ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു എ ബാങ്കിങ് കമ്പനി എന്നും പറഞ്ഞു. അപ്പോൾ ഫോറിൻ ബാങ്കിങ് കമ്പനി ആണെങ്കിലോ? നമ്മുടെ സിറ്റി ബാങ്ക്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, ഇതെല്ലാം ഫോറിൻ ബാങ്കിങ് കമ്പനീസ് ആണ്, അല്ലേ? അമേരിക്കൻ കമ്പനിയാണ്. സിറ്റി ബാങ്ക് ഒക്കെ അമേരിക്കൻ കമ്പനിയാണ്, അമേരിക്കൻ ബാങ്കാണ്. ഹാവിങ് ഓപ്പറേഷൻസ് ഇൻ ഇന്ത്യ. ഡച്ച് ബാങ്ക്, അങ്ങനത്തെ ഒരു ബാങ്കുണ്ട്. അതിൻ്റെ സ്പെല്ലിംഗ് കുറച്ച് ട്രിക്കിയാണ്, ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞ് റിസ്ക് എടുക്കുന്നില്ല. എന്തായാലും മനസ്സിലായല്ലോ. ഇത്തരം ഫോറിൻ ബാങ്കിങ് കമ്പനീസിന് അവർക്കപ്പോൾ ആപ്ലിക്കബിലിറ്റി വരുമോ? കാരണം CARO ഇസ് ആപ്ലിക്കബിൾ ടു എവറി കമ്പനി ഇൻക്ലൂഡിംഗ് എ ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാക്കുക, അവരൊരു ഫോറിൻ കമ്പനി ആയിരിക്കും. പക്ഷേ ഇന്ത്യക്കകത്ത് ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പാലിക്കണ്ടേ? സോ ദേ വിൽ കം അണ്ടർ ദ ഡെഫിനേഷൻ ഓഫ് ബാങ്ക്സ് ആസ് പെർ ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അകത്ത് ബാങ്ക് എന്ന ഡെഫിനേഷനിൽ ആരൊക്കെ ഉൾപ്പെടുമോ അവർക്ക് എല്ലാവർക്കും എന്ത് കിട്ടും? എക്സെപ്ഷൻ കിട്ടും. എക്സെപ്ഷൻ കിട്ടുമെങ്കിൽ ഫോറിൻ ബാങ്കിങ് കമ്പനി, സിറ്റി ബാങ്ക്, ഡച്ച് ബാങ്ക്, ഇവർക്ക് CARO 2020 ആപ്ലിക്കബിലിറ്റി വരുമോ? ആപ്ലിക്കബിലിറ്റി വരത്തില്ല. കൺസെപ്റ്റ് മനസ്സിലായോ? നൗ നമുക്കിനി ഇൻഷുറൻസ് കമ്പനികളുടെ കാര്യം നോക്കാം. ഇപ്പോൾ ബാങ്കിങ് കമ്പനികളെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് ട്വിസ്റ്റ് വരാൻ ചാൻസ് ഉള്ളത്. NBFCകൾക്ക് വരാൻ ചാൻസ് ഉണ്ടോ? ഫോറിൻ ബാങ്കിങ് കമ്പനികൾക്ക് വരാൻ ചാൻസ് ഉണ്ടോ? അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു സെക്ഷൻ്റെ പ്ലെയിൻ റീഡിങ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബാങ്കിന് എക്സെപ്ഷൻ ആണെന്ന്. പക്ഷേ ബാങ്കിന് എക്സെപ്ഷൻ എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കണം NBFCകൾക്ക് അവിടെ എക്സെപ്ഷൻ ഇല്ല. ദാറ്റ് ഈസ് CARO ആപ്ലിക്കബിലിറ്റി വരും. ഫോറിൻ ബാങ്കിങ് കമ്പനി എന്ന് പറഞ്ഞാലും ഒരു ബാങ്കിങ് കമ്പനി തന്നെയാണ്, അവർക്ക് എക്സെപ്ഷൻ കിട്ടും. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാം. അതേപോലെ ഇനിയിപ്പോൾ നമ്മൾ ഇൻഷുറൻസ് കമ്പനികളുടെ കാര്യം എടുക്കാം. ഈ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുമ്പോൾ പലതരം ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. ലൈഫ് ഇൻഷുറൻസ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്, അതേപോലെ ജനറൽ ഇൻഷുറൻസ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇത്തരം ഫയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, ഓക്കെ. അപ്പോൾ ഈ പറയുന്ന എല്ലാവർക്കും ഇൻഷുറൻസ് കമ്പനിയുടെ എക്സെപ്ഷൻ കിട്ടുന്നുണ്ടോ? CARO 2020 ഈ ഇൻഷുറൻസ് കമ്പനിക്ക് എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ
ഡസ് ഇറ്റ് ഹാവ് എനി എക്സ്ട്രാ ക്ലോസസ് അറ്റാച്ച് ടു ഇറ്റ്? ജനറൽ ഇൻഷുറൻസ് ഇൻക്ലൂഡഡ് അല്ല, ഫയർ ഇൻഷുറൻസ് ഇൻക്ലൂഡഡ് അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ല. ഈവൻ ഇഫ് നിങ്ങളെ ട്രിക്ക് ചെയ്യാനായിട്ട് വെറുതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ട് ക്വസ്റ്റനിൽ ഫയർ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് അല്ലെങ്കിൽ മറൈൻ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണെന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ വെറുതെ അത് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ടൈപ്പ് ഇൻഷുറൻസ് കമ്പനികളും ഈ എക്സെപ്ഷനിൽ കവേർഡ് ആണ്. അതായത് ഈ കാണുന്ന ജനറൽ ഇൻഷുറൻസ് കമ്പനിക്കും ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്കും ഒന്നും എന്ത് വരത്തില്ല, CARO 2020 ആപ്ലിക്കബിലിറ്റി വരില്ല. ദേ ആർ കവേർഡ് ഇൻ ദി എക്സെപ്ഷൻ. ഓക്കെ ആണോ? നൗ നെക്സ്റ്റ് ഇഷ്യൂലോട്ട് നമുക്ക് പോവാം. കണ്ടീഷൻസ് ഫോർ എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം CARO ഈസ് ആപ്ലിക്കബിൾ ടു എവറി കമ്പനി ഇൻക്ലൂഡിങ് എ ഫോറിൻ കമ്പനി എക്സെപ്റ്റ് ബാങ്കിങ് കമ്പനിക്ക് വേണ്ട, ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ട, സെക്ഷൻ 8 കമ്പനി നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനികൾക്ക് വേണ്ട, സ്മോൾ കമ്പനികൾക്ക് വേണ്ട, പ്രൈവറ്റ് കമ്പനികൾക്ക് വേണ്ട, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും വേണ്ട എന്ന് പറഞ്ഞല്ലോ. പക്ഷെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് CARO 2020 വരാതിരിക്കണമെങ്കിൽ, അതായത് ഈ പറയുന്ന എക്സെപ്ഷൻ കിട്ടണമെങ്കിൽ ഇറ്റ് ഇസ് സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ്. ചില കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് ആ കണ്ടീഷൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, CARO 2020യിലത്തെ എക്സെപ്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് വരണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ആക്ച്വലി പഠിക്കണം. ഒരു മാസ്റ്റർ കണ്ടീഷനും. ഓക്കെ, ഒരു മാസ്റ്റർ കണ്ടീഷൻ നമ്മൾ പഠിക്കും. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നമ്മളിപ്പോൾ എന്താ പഠിക്കുന്നത്? CARO 2020യുടെ എക്സെപ്ഷൻ കിട്ടുന്ന കാര്യം പറഞ്ഞത്. CARO 2020യുടെ എക്സെപ്ഷൻ ഈ പറയുന്ന ആൾക്കാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് ഫസ്റ്റ് എ മാസ്റ്റർ കണ്ടീഷൻ ടു ബി കംപ്ലൈഡ്. ഒരു മാസ്റ്റർ കണ്ടീഷൻ ആദ്യം സാറ്റിസ്ഫൈ ചെയ്യണം. മാസ്റ്റർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ രണ്ടാമത്തെ കണ്ടീഷനിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ, ഓർ അല്ല, 1 or 2 അല്ല, 1 and 2 ആണ്. എൻ്റെ ആദ്യം 1 വേണം നോക്കാൻ. മാസ്റ്റർ കണ്ടീഷനെ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കണ്ടീഷനിലോട്ട് പോകണ്ട. അപ്പോൾ ആദ്യം ഒരു മാസ്റ്റർ കണ്ടീഷൻ കംപ്ലൈ ചെയ്യണം. എന്തിനാ കംപ്ലൈ ചെയ്യുന്നത്? ഇത് കംപ്ലൈ ചെയ്താലേ പ്രൈവറ്റ് കമ്പനിക്ക് CAROയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. പ്രൈവറ്റ് കമ്പനി CAROയിൽ നിന്നും അക്സെപ്റ്റ് ആയി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇത്തരം ഒരു കമ്പനിയിലത്തെ ഓഡിറ്ററാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ CARO റിപ്പോർട്ടിംഗ് പ്രകാരമുള്ള ആ ഓർഡറിൽ പറയുന്ന കാര്യങ്ങളെപ്പറ്റി റിപ്പോർട്ട് ചെയ്യേണ്ട. ഇഫ് യു ആർ ദ ഓഡിറ്റർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പ്രൈവറ്റ് കമ്പനി. സോ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് CAROന്റെ എക്സെപ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് ദ മാസ്റ്റർ കണ്ടീഷൻ ആൻഡ് ദെൻ രണ്ടാമതായിട്ട് ദെർ ആർ സർട്ടൻ അഡീഷണൽ കണ്ടീഷൻസ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മാസ്റ്റർ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. മാസ്റ്റർ കണ്ടീഷൻ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അഡീഷണൽ കണ്ടീഷനിലത്തെ ഓരോരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ്, ടേൺ ഓവർ, ബോറോയിങ്സ്, അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. സിമ്പിളാണ്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. എവിടെ വേണമെങ്കിലും നമുക്ക് ഒരു ഒളിപ്പോര് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒളി ആയുധങ്ങൾ ഒരുപാട് ഇരിപ്പുണ്ട്, കുറച്ച് ബോംബുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ MCQസിലോ ട്രൂ ഓർ ഫോൾസിലോ ചിലപ്പോൾ അടിപതറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധയോടെ കേൾക്കുക. ലെറ്റ് us ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ മാസ്റ്റർ കണ്ടീഷൻ ഹിയർ. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് CARO 2020 ആപ്ലിക്കബിലിറ്റി വരാതിരിക്കണമെങ്കിൽ, ഓക്കെ, ക്വസ്റ്റിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിനെ കണ്ടാൽ ആദ്യം നിങ്ങൾ നോക്കേണ്ട കാര്യം, ദ മാസ്റ്റർ കണ്ടീഷൻ ഇസ് ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനി ശുദ്ധമായിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനി ആവണം. അതായത് ഇതെപ്പോഴാണ് അശുദ്ധിയായി പോകുന്നതെന്ന് പറഞ്ഞുതരാം. പ്രൈവറ്റ് കമ്പനിക്ക് ഓക്കെ ഒരു ഹോൾഡിംഗ് കമ്പനിയോ ഒരു സബ്സിഡറി കമ്പനിയോ മറ്റൊരു പബ്ലിക് കമ്പനിയായിട്ട് ഉണ്ടാവാൻ പാടില്ല. ദാറ്റ് ഇസ് നമ്മളുടെ പ്രൈവറ്റ് കമ്പനിക്ക് ഒരു ഹോൾഡിംഗ് കമ്പനി ഉണ്ടെങ്കിൽ ആ ഹോൾഡിംഗ് കമ്പനി, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിക്ക് ഒരു സബ്സിഡറി കമ്പനി ഉണ്ടെങ്കിൽ ഈ സബ്സിഡറി കമ്പനി, ഇവർ രണ്ടുപേരും ആരാവാൻ പാടില്ല? ഒരു പബ്ലിക് കമ്പനി ആവാൻ പാടില്ല. ഓക്കെ, എനിവേസ് ഏത് രീതി ചിന്തിച്ചാലും അല്ലെങ്കിലും ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി കമ്പനി പ്രൈവറ്റ് ആണെങ്കിൽ, ഈവൻ പ്രൈവറ്റ് കമ്പനിയായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്താൽ പോലും അതിന് ഡീംഡ് പബ്ലിക് കമ്പനി എന്ന് നമ്മൾ പറയത്തുള്ളൂ. ഓക്കെ, പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി പ്രൈവറ്റ് കമ്പനിനെ നമ്മൾ അല്ലെങ്കിലും ഡീംഡ് പബ്ലിക് കമ്പനി എന്നേ പറയുള്ളൂ. എന്തായാലും സെക്ഷൻ ഇവിടെ മാസ്റ്റർ കണ്ടീഷൻ, നമ്മുടെ മാസ്റ്റർ കണ്ടീഷൻ ഇതാണ്. CAROന്റെ എക്സെപ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, CARO 2020യിൽ നിന്നും എക്സെപ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ദിസ് പ്രൈവറ്റ് കമ്പനി, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ഈ പ്രൈവറ്റ് കമ്പനിക്ക് ഒരു ഹോൾഡിംഗ്, ഈ പ്രൈവറ്റ് കമ്പനി ഒരു പബ്ലിക് കമ്പനിയും സബ്സിഡറി ആവാൻ പാടില്ല, അതേപോലെ ഒരു പബ്ലിക് കമ്പനിയും ഹോൾഡിംഗ് കമ്പനിയും ആവാൻ പാടില്ല. മുകളിലും താഴെയും പബ്ലിക് വരരുത്, ശുദ്ധമായിട്ടുള്ള പ്രൈവറ്റ് കമ്പനി. ദിസ് ഇസ് ദ മാസ്റ്റർ കണ്ടീഷൻ. ഇത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പിന്നെ ഈ അഡീഷണൽ കണ്ടീഷനിലോട്ട് പോകണ്ട. ഓൺലി ഇഫ് ദിസ് ഇസ് സാറ്റിസ്ഫൈഡ് യു വിൽ ഗോ ഫോർ ദ അഡീഷണൽ കണ്ടീഷൻസ്. ഓക്കെ ആണോ? സോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് CARO 2020 ആപ്ലിക്കബിലിറ്റി വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ CARO 2020 എക്സെപ്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് ആ പ്രൈവറ്റ് കമ്പനിക്ക് ഒരു ഹോൾഡിംഗോ സബ്സിഡറിയോ ആയിട്ടുള്ള പബ്ലിക് കമ്പനി ഉണ്ടാകരുത്. So it is only, this exception is only applicable to that private company which does not have a holding company or a subsidiary company as a public company.
ഇത് സാറ്റിസ്ഫൈഡ് ആണെന്ന് വിചാരിക്കും. അതായത് മുകളിലോട്ടും താഴോട്ടും ഹോൾഡിംഗ് ആയിട്ടും സബ്സിഡറി ആയിട്ടും ആരില്ല, പബ്ലിക് കമ്പനിയൊന്നും ഇല്ല, ഇവൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണെന്ന് വിചാരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഒരു ഹോൾഡിംഗ് കമ്പനി ഉണ്ട്, ആ ഹോൾഡിംഗ് കമ്പനിയും പ്രൈവറ്റ് ആണെന്ന് വിചാരിക്കും, എന്നാലും കുഴപ്പമില്ല. ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും ഉണ്ടാകരുത് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും ഉണ്ടായിക്കോട്ടെ, പക്ഷെ ആ ഹോൾഡിംഗും സബ്സിഡറിയും ആരാകരുത്, പബ്ലിക് കമ്പനി ആകരുത്. അതാണ് പ്രൈവറ്റ് കമ്പനിയുടെ മാസ്റ്റർ കണ്ടീഷൻ. അഡീഷണൽ കണ്ടീഷൻസ് നോക്കാം. അഡീഷണൽ കണ്ടീഷൻസിലെ ഫസ്റ്റ് പോയിന്റ്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കമ്പനീസ് ആക്ട് പഠിച്ചിട്ടുള്ള പല കണ്ടീഷൻസിലും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇത്ര, ബോറോയിങ്സ് ഇത്ര, ടേൺ ഓവർ ഇത്ര, റിസർവ്സ് ഇത്ര, അങ്ങനെയൊക്കെ പല സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ലിമിറ്റിന്റെ പ്രത്യേകത എന്താണ്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് എന്ന് പറയുമ്പോൾ പ്ലസ്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഫോർ ദാറ്റ് കറണ്ട് ഇയർ ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 1 കോടി ആസ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. സോ 31st മാർച്ചിൽ നിങ്ങളുടെ റണ്ണിങ് കറണ്ട് ഇയറിലത്തെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുക. ആ ബാലൻസ് ഷീറ്റിലത്തെ 31st മാർച്ചിലത്തെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും റിസർവ്സും സർപ്ലസും ആഡ് ചെയ്ത് നോക്കുക. ഇഫ് ദാറ്റ് ഇസ് നോട്ട് മോർ ദാൻ 1 കോടി, 1 കോടിക്ക് മുകളിലോട്ട് പോകുന്നില്ലെങ്കിൽ, ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് നോട്ട് മോർ ദാൻ 1 കോടി, അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? ഈ പ്രൈവറ്റ് കമ്പനിക്ക് കാരോയിൽ നിന്നും രക്ഷപ്പെടാം. 1 കോടിക്ക് മുകളിലുണ്ട്, 1.5 കോടി ഉണ്ടെങ്കിൽ ദെൻ കാരോ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ആണോ? രണ്ടാമത്തത്, ടോട്ടൽ ബോറോയിങ്സ്. ടോട്ടൽ ബോറോയിങ്സ് ഇസ് നോട്ട് എക്സീഡിങ് 1 കോടി. അപ്പോൾ ലോൺസ് ആൻഡ് അഡ്വാൻസസ്, നമ്മുടെ പ്രൈവറ്റ് കമ്പനി ലോൺ എടുത്തിട്ടുണ്ട്, ടോട്ടൽ ബോറോയിങ്സ് അവരുടെ, ഇവിടുത്തെ വാക്കുകൾ ശ്രദ്ധിച്ചോണം, ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 1 കോടി ഓൺ എനി ഡേ ഓഫ് ദാറ്റ് ഇയർ ആണ്. അപ്പോൾ എന്താ വ്യത്യാസം? നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് 1 കോടി കിടക്കാൻ പാടില്ല, ബട്ട് ദാറ്റ് വാസ് ഓൺലി ഓൺ ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ഡേറ്റ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ടോട്ടൽ ബോറോയിങ്സ്, അതും 1 കോടി കിടക്കാൻ പാടില്ല, ബട്ട് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ. അതായത് ജനുവരി മാസമോ ഫെബ്രുവരി മാസമോ 1.5 കോടി ബോറോയിങ്സ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അവർ 2 ആഴ്ചക്കുള്ള അത് പേ ചെയ്ത് തീർത്തു. ആസ് ഓൺ 31st മാർച്ച് 1 കോടിക്ക് താഴെയാണ്, എന്നാലും കാരോ ആപ്ലിക്കബിലിറ്റി വരും. മനസ്സിലാവുന്നുണ്ടോ? സോ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം, ആ 12 മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം അവരുടെ ടോട്ടൽ ബോറോയിങ്സിന്റെ പൊസിഷൻ 1 കോടിക്ക് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് നഷ്ടമാകും? കാരോ 2020 നിന്നുള്ള എക്സെപ്ഷൻ നഷ്ടമായി പോകും. അതായത് കാരോ 2020 ആപ്ലിക്കബിലിറ്റി വരും എന്നർത്ഥം. മൂന്നാമത്തെ പോയിന്റ്, ടോട്ടൽ റവന്യൂ. ടോട്ടൽ അവരുടെ ഇൻകം ആസ് ഡിസ്ക്ലോസ്ഡ് ഇൻ ഷെഡ്യൂൾ 3 ഇൻക്ലൂഡിംഗ് റവന്യൂ ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. വാട്ട് ഇസ് ഇൻകം ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്? അതിൻ്റെ അർത്ഥം എന്താ? അതായത് ലെറ്റ് us say ഒരു പ്രൈവറ്റ് കമ്പനി ഉണ്ട്, ഓക്കെ, ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് 2 ലൈൻ ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ലെറ്റ് us say they have എ ഹോട്ടൽ ബിസിനസ്സും ഉണ്ട്, ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സും ഉണ്ടെന്ന് വിചാരിക്കുക. ഹോട്ടൽ ബിസിനസ്സും ഉണ്ട്, ടെക്സ്റ്റൈൽ ബിസിനസ്സും ഉണ്ട്. പക്ഷേ ഏപ്രിൽ ടു മാർച്ച് ഫൈനാൻഷ്യൽ ഇയറിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഈ ലോക്ക്ഡൗൺസും കോവിഡ് കാരണമുള്ള ലോക്ക്ഡൗണും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കാരണം ബിസിനസ് ഒരുപാട് സഫർ ചെയ്തു. സോ ഡ്യൂ ടു ദിസ് ലോസസ് ആൻഡ് ലോക്ക്ഡൗൺസ് ഇൻ എവറിത്തിങ്, ഈ ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ത് ചെയ്തു? അവർ ഈ ഹോട്ടൽ ബിസിനസ് അറൗണ്ട് ദ മന്ത് ഓഫ് ജൂൺ അവർ നിർത്തി. സോ ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം മാത്രമേ ഹോട്ടൽ ബിസിനസ് നടന്നിട്ടുള്ളൂ. ജൂണിന് ശേഷം അവർ ആ ബിസിനസ് ആ ഫൈനാൻഷ്യൽ ഇയറിൽ അവിടെ നിർത്തിവെച്ചു, പിന്നെ തുറന്നിട്ടില്ല. ടെക്സ്റ്റൈൽ ബിസിനസ് നന്നായിട്ട് പോയി, അത് എഫക്റ്റഡ് ആയില്ല. എന്തുകൊണ്ടോ ഭാഗ്യം കാരണം. എന്തായാലും ഏപ്രിൽ ടു മാർച്ച് ഓഫ് ദ നെക്സ്റ്റ് ഇയർ വരെ ആ ഫൈനാൻഷ്യൽ ഇയർ ഫുൾ ടെക്സ്റ്റൈൽ ബിസിനസ്സും ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നിന്നും ലെറ്റ് us say അവർക്കൊരു 20 crores റവന്യൂ ഉണ്ടായെന്ന് വിചാരിക്കുക. ഹോട്ടൽ ബിസിനസ്സിലും ഈ 3 മാസത്തിൽ നിന്നും അവർക്കൊരു 50 lakhs റവന്യൂ ഉണ്ടായെന്ന് വിചാരിക്കുക. ഈ 50 lakhs റവന്യൂ ഉണ്ടല്ലോ, അതിനാണ് ഇൻകം ഫ്രം റവന്യൂ ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് എന്ന് പറയുക. ഷെഡ്യൂൾ 3 അപ്പോൾ ടോട്ടൽ റവന്യൂ ആയിട്ട് കാണിക്കേണ്ടത് 50 lakhs പ്ലസ് 20 crore, 20.5 crore എന്നായിരിക്കും. അപ്പോൾ ജസ്റ്റ് എന്താണ് ഇൻകം ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ? നമ്മൾ നിർത്തി വെച്ചിട്ടുള്ള നമ്മളുടെ പ്രീവിയസ് ഓപ്പറേഷൻസ് ഡ്യൂറിങ് ദാറ്റ് ഫിനാൻഷ്യൽ ഇയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെയും കൂടി ഇൻകം ചേർക്കുക. എന്നിട്ട് ഈ 2 ഇൻകം കൂടി ചേർത്തിട്ട് ഏതിൻ്റെ താഴെ നിൽക്കണം? കാരോൻ്റെ എക്സെപ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 10 കോടിക്ക് താഴെ നിൽക്കണം. ഇപ്പം എൻ്റെ എക്സാമ്പിൾ, ഞാനിപ്പോൾ കാണിച്ച എക്സാമ്പിളിൽ നമ്മുടെ തുണിക്കടയ്ക്ക് 20 കോടി ഉണ്ടായിരുന്നു. ലെറ്റ് us say 20 കോടിയല്ല 2 കോടി ഉള്ളൂ എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ they meet the condition for exception. 2 plus 0.5 lakhs 2.5 crore എന്ന് വരും അല്ലേ? ജസ്റ്റ് എക്സാമ്പിൾ ആണ്. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് ഹിയർ. അത്രയുള്ള സംഭവം. അപ്പോൾ നമ്മൾ അഡീഷണൽ കണ്ടീഷനിലത്തെ പോയിന്റ് നമ്പർ 3 ഇതാണ്. ടോട്ടൽ റവന്യൂ ആസ് ഡിസ്ക്ലോസ്ഡ് ഇൻ ഷെഡ്യൂൾ 3 വിച്ച് ഇൻക്ലൂഡ്സ് റവന്യൂ ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് ഓൾസോ. നമ്മുടെ കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസും ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസും രണ്ടിൻ്റെയും കൂടി ടോട്ടൽ റവന്യൂ
ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ. അതെ, ഓക്കെ, ഇതും ഓൺ എനി ഡേ ഓഫ് ദാറ്റ് ഫിനാൻഷ്യൽ ഇയർ അല്ലേ. അപ്പോൾ ആ മൊത്തം ഫൈനാൻഷ്യൽ ഇയറിലത്തെ നമ്മുടെ കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്, ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് എല്ലാത്തിനെയും കൂടി ടോട്ടൽ റവന്യൂ എത്രയ്ക്ക് കൂടാൻ പാടില്ല? 10 കോടി രൂപയ്ക്ക് മുകളിലോട്ട് പോകാൻ പാടില്ല. സോ ഇതാണ് ആക്ച്വലി നമ്മളുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കുള്ള കണ്ടീഷൻസ്. ഇപ്പോൾ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒരു മാസ്റ്റർ കണ്ടീഷനും ഉണ്ട്, പിന്നെ ചില അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ട്. ABC പ്രൈവറ്റ് ലിമിറ്റഡ്. എന്താണ് നമ്മുടെ കണ്ടീഷൻസ്? ഫസ്റ്റ് മാസ്റ്റർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്താണ്? ഈ പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനി ആയിട്ടോ സബ്സിഡറി കമ്പനി ആയിട്ടോ ആരുണ്ടാവാൻ പാടില്ല? മറ്റൊരു പബ്ലിക് കമ്പനി ഉണ്ടാവാൻ പാടില്ല. സോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കാരോയിൽ നിന്നും എക്സംഷൻ കിട്ടണമെങ്കിൽ ഫസ്റ്റ് മാസ്റ്റർ കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം സെക്കൻഡ് കണ്ടീഷനിലോട്ട് പോവുക. സെക്കൻഡ് കണ്ടീഷൻ എന്താ പറയുന്നത്? സെക്കൻഡ് കണ്ടീഷനിൽ പറയുന്നു ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ഓൺ ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ക്ലോസിംഗ് ഡേറ്റിലത്തെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് എത്ര? 1 crore. 1 കോടിയേക്കാളും കൂടുതൽ പോകാൻ പാടില്ല. ഇറ്റ് ക്യാൻ ബി ഈക്വൽ ടു 1 crore ബട്ട് നോട്ട് മോർ ദാൻ 1 crore. എക്സീഡ് ചെയ്യരുത്. ഓക്കെ. അതേപോലെ ബോറോയിങ്സ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള ടോട്ടൽ അഗ്രിഗേറ്റ് ബോറോയിങ്സ്, ശ്രദ്ധിക്കേണ്ട വാക്ക് ഡ്യൂറിങ് ദ ഇയർ. ആ ഫൈനാൻഷ്യൽ ഇയറിലത്തെ ഒരു ദിവസം പോലും ഇതും എക്സീഡ് ചെയ്യാൻ പാടില്ല. എത്ര എക്സീഡ് ചെയ്യാൻ പാടില്ല? 1 crore എക്സീഡ് ചെയ്യാൻ പാടില്ല. 1 crore എക്സീഡ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദെൻ ദ തേർഡ് കണ്ടീഷൻ, അഡീഷണൽ കണ്ടീഷനിലത്തെ ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ടോട്ടൽ റവന്യൂ, അഗ്രിഗേറ്റ് റവന്യൂ വിച്ച് ഇൻക്ലൂഡ്സ് discontinued operations also. Aggregate revenue എത്ര ഇൻക്രീസ് ചെയ്യാൻ പാടില്ല? It should not be more than 10 crore. So these are the conditions which has to be satisfied for a private limited company to get this exemption from CARO. ഇനി ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ഒരു CARO ആപ്ലിക്കബിലിറ്റി ക്വസ്റ്റ്യൻ വന്നാൽ അവർക്ക് ട്രിക്കി ആക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ വഴി എക്സ്പ്ലെയിൻ ചെയ്യാം. ലിസൺ വെരി കെയർഫുള്ളി, ശ്രദ്ധയോടെ കേൾക്കുക. ഒരു ക്വസ്റ്റ്യൻ പറയാം, എന്നിട്ട് യു ഹാവ് ടു ആൻസർ. ട്രൈ ചെയ്ത് നോക്കൂ CARO ആപ്ലിക്കബിലിറ്റി വരുമോ ഇല്ല എന്ന്. നമുക്ക് ABC ലിമിറ്റിനെ തന്നെ വീണ്ടും പിടിക്കാം, നമ്മുടെ സ്ഥിരം ഇര. ക്വസ്റ്റ്യൻ: ABC പ്രൈവറ്റ് ലിമിറ്റഡ്, ഓക്കെ, which is also a small കമ്പനിയും കൂടിയാണ്. പ്രൊവൈഡ്സ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓൺ 31st March, let us say 1.5 crore. ഓക്കെ. റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓൺ 31st March ഒരു 0.1 crore. Then there is borrowings, our aggregate borrowings during the financial year. As on 31st March അല്ല, during the financial year our total borrowings it went up to 75 lakhs. 75 lakhs അതായത് 0.75 crore. നമ്മളെല്ലാ അമൗണ്ടും ക്രോറിലല്ലേ എഴുതുന്നത്. സോ 0.75 crore അഥവാ 75 lakhs. And then they have the aggregate revenue or a total revenue which includes discontinuing operations also of about, let us say, 8 crore. 8 കോടി രൂപ. Now tell me, for this private limited company CAROന്റെ ആപ്ലിക്കബിലിറ്റി വരുമോ ഇല്ലയോ? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, കാരണം ഓരോന്നായിട്ട് നോക്കിയേ. അഗ്രിഗേറ്റ് റവന്യൂ ഡ്യൂറിങ് ദ ഫൈനാൻഷ്യൽ ഇയർ എത്ര കോടി കടക്കാൻ പാടില്ല? 10 കോടി എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇവിടെ എത്രയേ ഉള്ളൂ? 8 കോടിയേ ഉള്ളൂ. സോ ദാറ്റ് സാറ്റിസ്ഫൈസ് ദ പോയിന്റ്. കുഴപ്പമില്ല, ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് ബോറോയിങ്സിനെ കാര്യം എടുക്കാം. ബോറോയിങ്സ് ഡ്യൂറിങ് ദ ഇയർ ഫ്രം എനി ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്ര അടക്കാൻ പാടില്ല? 1 കോടി എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇവിടെ എത്രയേ ഉള്ളൂ? 0.75 crore ഉള്ളൂ. അപ്പോൾ അതും സാറ്റിസ്ഫൈ ചെയ്തു, കുഴപ്പമില്ല. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ത് പറ്റി? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മാത്രം ഈ ക്വസ്റ്റ്യനിൽ 1.5 crore വന്നിട്ടുണ്ട്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ഏതിൻ്റെ താഴെ നിൽക്കണം? 1 കോടിക്ക് താഴെ നിൽക്കണം. ഇവിടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മാത്രം 1.5 crore, അതായത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് 1.6 crore വരുന്നുണ്ട് സാർ. അപ്പോൾ ഇതിന് എന്ത് ആപ്ലിക്കബിലിറ്റി വരും? CARO ആപ്ലിക്കബിലിറ്റി വരും. ഈസ് ദാറ്റ് യുവർ ആൻസർ? അത് ശരിയാണോ? ശ്രദ്ധിച്ച് വായിക്കുക. ഇവിടുത്തെ ട്വിസ്റ്റ് എന്താണ്? ABC പ്രൈവറ്റ് ലിമിറ്റഡ് ഹാപ്പൻസ് ടു ബി എ സ്മോൾ കമ്പനി ഓൾസോ.
അപ്പോൾ സ്മോൾ കമ്പനി എന്ന് പറയുമ്പോൾ ഇഫ് ക്വസ്റ്റനിൽ എവിടെയെങ്കിലും സ്മോൾ കമ്പനി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴേക്കുള്ള ബാക്കി പെയ്ഡപ്പ് ക്യാപിറ്റലിൻ്റെയും റിസർവ്സിൻ്റെയും ബോറോയിങ്സിൻ്റെയും കഥ വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം CARO 2020 ആപ്ലിക്കബിലിറ്റി നമ്മൾ പഠിച്ചല്ലോ. CARO 2020 is applicable to every company including a foreign company except ബാങ്കിന് വേണ്ട, ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ട, സെക്ഷൻ 8 കമ്പനിക്ക് വേണ്ട, OPCക്ക് വേണ്ട, സ്മോൾ കമ്പനിക്കും വേണ്ട. സോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഈ പറയുന്ന സ്മോൾ കമ്പനി ഉണ്ടല്ലോ, സ്മോൾ കമ്പനീസും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസാണ്. ഓക്കെ, എക്സെപ്ഷനിൽ സ്മോൾ കമ്പനീസിൻ്റെ കാര്യം പറയുന്നുണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിൻ്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ അവിടെ മനസ്സിലാക്കണം, സ്മോൾ കമ്പനി എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ഓൾസോ ബി എന്നല്ല, സ്മോൾ കമ്പനി ഈസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. സ്മോൾ കമ്പനിയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പോൾ ദർ ഇസ് എ ഫൈൻ ലൈൻ ഓഫ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദീസ് ടു കൺസെപ്റ്റ്സ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, എല്ലാ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും സ്മോൾ കമ്പനി ആകത്തില്ല, പക്ഷെ എല്ലാ സ്മോൾ കമ്പനിയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആകും. അപ്പോൾ ഒരു CAROൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും ഈ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള വാക്കുകളും പെയ്ഡപ്പ് ക്യാപിറ്റൽ, റിസർവ്സ്, ബോറോയിങ്സ് ഇതെല്ലാം അവരങ്ങനെ അടുക്കി തരും. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ചാടി കയറി കാൽക്കുലേറ്റർ എടുത്തിട്ട് 1 crore 2 crore 10 കോടി എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് CARO എന്ന് വിളിച്ച് പറയരുത്. വി ഹാവ് ടു ബി വെരി അലേർട്ട്, കെയർഫുൾ ആയിട്ട് ക്വസ്റ്റ്യൻ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഫുൾ വായിക്കുക. സ്മോൾ കമ്പനി ആണോ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം സ്മോൾ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനിയും കൂടിയാണ്. സോ നമ്മുടെ ക്വസ്റ്റിൽ തന്നേക്കുന്ന പ്രൈവറ്റ് കമ്പനി എവിടെയെങ്കിലും സ്മോൾ കമ്പനി ആണെന്ന് മെൻഷനിങ് ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും നോക്കി സമയം കളണ്ട, അവർക്ക് എന്ത് വേണ്ട, CARO 2020 will be not applicable in this case because it is a small company. Okay ആണോ? CARO 2020 is not applicable. Let us just understand what is a small company. അപ്പോൾ ഈ സ്മോൾ കമ്പനി വന്ന ട്വിസ്റ്റ് ആണ് എന്ന് തോന്നുന്നെങ്കിൽ സ്മോൾ കമ്പനി എന്താണെന്നും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഫർദർ ഏരിയസിലോട്ട് പോവാം. സി ബേസിക്കലി സ്മോൾ കമ്പനി എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും ഒരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കും, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്തായാലും ആയിരിക്കും. ദാറ്റ് മീൻസ് ദിസ് വിൽ നെവർ ബി എ സ്മോൾ കമ്പനി, വിൽ നെവർ ബി എ പബ്ലിക് കമ്പനി. ഒരിക്കലും ഒരു പബ്ലിക് കമ്പനിക്ക് എന്ത് സ്റ്റാറ്റസ് കിട്ടത്തില്ല, സ്മോൾ കമ്പനി എന്നുള്ള സ്റ്റാറ്റസ് കിട്ടത്തില്ല. അവർ നിശ്ചയമായിട്ടും എന്തായിരിക്കും, ഒരു പ്രൈവറ്റ് കമ്പനി തന്നെ ആയിരിക്കും. ഇതെന്താ സംഭവം എന്നറിയോ? ഈ ചെറിയ ബിസിനസ്സുകൾ, ഓക്കെ, സ്മോൾ ബിസിനസ്സുകൾ, നമ്മുടെ നാട്ടിൽ ഈ സ്മോൾ ബിസിനസ്, ഒരു ചെറിയ ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്ക് അതിനെ വേണമെങ്കിൽ പ്രൊപ്രൈറ്റർഷിപ്പായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 1-2 കൂട്ടുകാരും ഒക്കെ ഇട്ട് ചേർന്നിട്ട് ഒരു പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു സ്മോൾ ഫാമിലി ബിസിനസ് ആയിരിക്കും. ആൻഡ് ദീസ് പേഴ്സൺസ് മൈറ്റ് ഓൾസോ ചൂസ് ടു രജിസ്റ്റർ ദംസെൽഫ് ആസ് എ കമ്പനി, പ്രൈവറ്റ് കമ്പനി. അപ്പോൾ ഈ കൊച്ചു ബിസിനസ്സുകൾ ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടാവുന്ന ഒരു സ്റ്റാറ്റസ് ആണ് സ്മോൾ കമ്പനിയുടെ സ്റ്റാറ്റസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്രൈവറ്റ് കമ്പനിയും പക്ഷേ സ്മോൾ കമ്പനി ആവത്തില്ല. അപ്പോൾ എപ്പോഴാണ് ഒരു പ്രൈവറ്റ് കമ്പനി സ്മോൾ കമ്പനി ആവുക, എപ്പോഴാണ് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് സ്മോൾ കമ്പനിയുടെ സ്റ്റാറ്റസ് കിട്ടുക? ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും ചില ലിമിറ്റ്സും നമുക്ക് ചെക്ക് ചെയ്യാം. ആ ലിമിറ്റ്സും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും ഉണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് കമ്പനി എന്തായിട്ട് മാറും, ഒരു സ്മോൾ കമ്പനി ആയിട്ട് മാറും. ഓക്കെ ആണോ? ആദ്യം ലിമിറ്റ്സ് നമുക്ക് പറയാം. ഇത് 2022 ആപ്ലിക്കബിൾ ആവുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലിമിറ്റ്സ് ആണ്. ഓക്കെ, ഇതിന് മുന്നേ കുറച്ച് ലിമിറ്റുകളായിരുന്നു, അത് റിവിഷൻസ് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കാണ് പറയുന്നത്. ഒരു പ്രൈവറ്റ് കമ്പനി ഇഫ് ഇറ്റ് ഇസ് ഹാവിങ് പെയ്ഡപ്പ് ക്യാപിറ്റൽ ലെസ് ദാൻ പെയ്ഡപ്പ് ക്യാപിറ്റൽ ലെസ് ദാൻ 2 crore, 2 കോടി വരെ പെയ്ഡപ്പ് ക്യാപിറ്റൽ പോകാം, 2 കോടി എക്സീഡ് ചെയ്യാൻ പാടില്ല. അതേപോലെ ടോട്ടൽ ടേൺ ഓവർ ഷുഡ് നോട്ട് എക്സീഡ് 20 crore. പെയ്ഡപ്പ് ക്യാപിറ്റൽ 2 കോടി വരെയും ടേൺ ഓവർ 20 കോടി വരെയുമുള്ള പ്രൈവറ്റ് കമ്പനീസിനെയാണ് നമ്മൾ സ്മോൾ കമ്പനീസ് എന്ന് വിളിക്കുക. തീർന്നിട്ടില്ല, ഇത് മെയിൻ ലിമിറ്റ്സ്. ഇനി ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വേണം. ഈ പറയുന്ന നമ്മളുടെ സ്മോൾ കമ്പനി ആകാൻ പോകുന്ന കമ്പനി ഉണ്ടല്ലോ, ദിസ് പ്രൈവറ്റ് കമ്പനി, ഇഫ് ദിസ് പ്രൈവറ്റ് കമ്പനി ഇറ്റ് ഷുഡ് നോട്ട് ബി മെയ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് എനി സ്പെഷ്യൽ ആക്ട്. ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരം ഉണ്ടായിട്ടുള്ള ഒരു കമ്പനി ആവരുത്. ദിസ് കമ്പനി ഷുഡ് നോട്ട് ബി റിസൾട്ടിങ് ഫ്രം എ സ്പെസിഫിക് ആക്ട്. ഒരു ആക്ട് വഴി ഉണ്ടാവുന്ന കമ്പനി ആവാൻ പാടില്ല, ഒരു സ്പെസിഫിക് റെഗുലേഷൻ വഴി ഉണ്ടായിട്ടുള്ള ഒരു കമ്പനി ആവാൻ പാടില്ല. അതേപോലെ this private company should not be a subsidiary of any holding company. അതായത് ഇവർക്ക് മുകളിൽ ഒരു ഹോൾഡിംഗ് കമ്പനി ഉണ്ടാവാൻ പാടില്ല, ഇവരാരുടെയും സബ്സിഡറി ആവാൻ പാടില്ല. അതേപോലെ ഇവരെ ആരെയും ഹോൾഡ് ചെയ്യാനും പാടില്ല. ദീസ് പീപ്പിൾ ഷുഡ് നോട്ട് ബി എ ഹോൾഡിംഗ് കമ്പനി ഓൾസോ. അപ്പോൾ സ്പെഷ്യൽ ആക്ടോ ലെജിസ്ലേഷനോ വഴി ഉണ്ടായിട്ടുള്ള കമ്പനി ആകരുത്. ഒരു കമ്പനിയുടെയും താഴെ നിൽക്കുന്ന സബ്സിഡറി കമ്പനി ആകരുത്. ബിക്കോസ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഓഫ് ഫേംസ്, ഒരു നെറ്റ്വർക്ക് ഓഫ് കമ്പനി, ഒരു അസോസിയേറ്റ്സ് ഉണ്ട്,
ഹോൾഡിംഗ് കമ്പനി ഉണ്ട്, അങ്ങനത്തെ സ്റ്റാറ്റസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇവൻ ഒറ്റയ്ക്ക് നിൽക്കുന്നവനാണ്, ഇവന് ചെറിയ ബിസിനസ് മാത്രമാണ്, ഇവൻ്റെ മുകളിൽ വേറെ ഹോൾഡിംഗ് കമ്പനി ഉണ്ട്, ഇവൻ്റെ സൈഡിൽ കുറേ അസോസിയേറ്റ് കമ്പനീസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവൻ സ്മോൾ ബിസിനസ് ആവത്തില്ല എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? സോ ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരം ഉണ്ടാകാത്ത, സബ്സിഡറി കമ്പനി അല്ലാത്ത, ആരെയും ഹോൾഡ് ചെയ്യുന്ന ഒരു ഹോൾഡിംഗ് കമ്പനിയും അല്ലാത്ത, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 2 കോടിക്ക് താഴെയുള്ള, ടേൺ ഓവർ 20 കോടിക്കും താഴെയുള്ള ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ആരായിട്ട് മാറാം? സ്മോൾ കമ്പനി ആയിട്ട് മാറാം. ആൻഡ് എന്തുകൊണ്ട് ഇത് ഇപ്പോൾ ഈ എക്സാമ്പിളിൽ റെലവൻ്റ് ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന നമ്മുടെ ഈ ക്വസ്റ്റ്യനത്തെ, ഈ എക്സാമ്പിളത്തെ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയേ ഉള്ളൂ? 1.5 കോടിയേ ഉള്ളൂ. ദാറ്റ് മീൻസ് ദേ ആർ സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ ഫോർ സ്മോൾ കമ്പനി ഓൾസോ. അവരുടെ borrowings is not relevant, reserves is also not relevant while checking whether it is a small company. Aggregate revenue എത്രയുണ്ട്? 8 കോടിയല്ലേ ഉള്ളൂ. എത്ര വരെ പോകാം? 20 കോടി വരെ പോകാമല്ലോ. സോ 2 കോടിക്ക് താഴെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും 20 കോടിക്ക് താഴെ ടേൺ ഓവറും ഉള്ള ഒരു പ്രൈവറ്റ് കമ്പനി ആരും ആകാൻ ചാൻസ് ഉണ്ട്, ഒരു സ്മോൾ കമ്പനിയും ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് വായിക്കണം എന്ന് പറയാൻ കാരണം. ചാടിക്കേറി ഒരു നിഗമനത്തിലെത്തിയിട്ട് CARO ആപ്ലിക്കബിൾ എന്ന് പറയരുത്. യു ഹാവ് ടു റീഡ് ദ ക്വസ്റ്റ്യൻ വെരി കെയർഫുള്ളി, അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ, see whether anything is said which indicates that this is a small company. സ്മോൾ കമ്പനി ആണെങ്കിൽ CAROൻ്റെ ആപ്ലിക്കബിലിറ്റി വരത്തില്ല. ആൻഡ് 99% കേസിലും സ്മോൾ കമ്പനിയാണ് അവർ ചോദിക്കുന്നതെങ്കിൽ, ഇഫ് ദാറ്റ് പോയിന്റ് ഇസ് ബീങ് ടെസ്റ്റഡ്, ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും പറയും ഇറ്റ് ഇസ് ഇൻകോർപ്പറേറ്റഡ് ആസ് എ സ്മോൾ കമ്പനി അണ്ടർ ദി ആക്ട് എന്ന് പറയും. അങ്ങനെ പറയാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു അസംഷൻ എടുക്കാനും പാടില്ല കേട്ടോ. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് CARO ഇസ് നോട്ട് ആപ്ലിക്കബിൾ, ലിമിറ്റ്സ് എല്ലാം എക്സീഡ് ചെയ്തു എന്നാലും CARO ഇസ് നോട്ട് ആപ്ലിക്കബിൾ ബിക്കോസ് ഐ ആം അസ്യൂമിങ് ദിസ് ടു ബി എ സ്മോൾ കമ്പനി. അങ്ങനത്തെ അസംഷൻ കയറി എഴുതരുത്. സ്മോൾ കമ്പനി ആണെങ്കിൽ അവൻ പറയും. ഓക്കെ, കാരണം ഹോൾഡിംഗ് കമ്പനി വേറെ ഉണ്ടോ, സബ്സിഡറി കമ്പനി ഉണ്ടോ, അങ്ങനെയൊക്കെ ഡീറ്റെയിൽസ് അറിഞ്ഞാലേ നമുക്ക് സ്മോൾ കമ്പനി ആണോ അല്ലയോ എന്ന് വേർതിരിവ് പറ്റത്തുള്ളൂ. സോ മോസ്റ്റ് പ്രോബബ്ലി എക്സാമിൽ ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് കൊണ്ടുതന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ക്വസ്റ്റിൻ്റെ ഏതെങ്കിലും അറ്റത്ത് പറയും ദിസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഈസ് ഓൾസോ എ സ്മോൾ കമ്പനി എന്ന്. അപ്പോൾ സ്മോൾ കമ്പനി എന്ന് കണ്ടാൽ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അവർക്ക് എന്ത് വരില്ല? CARO 2020 വരില്ല. ഓക്കെ, ലെറ്റ് us കണ്ടിന്യൂ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ്, ടോട്ടൽ ബോറോയിങ്സ്, ടോട്ടൽ റവന്യൂ, അങ്ങനത്തെ അഡീഷണൽ കണ്ടീഷൻസ് പറഞ്ഞു. നൗ ഇതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ആനിമേഷൻ ഇത്രയേ ഉള്ളൂ. ഓൾ ദീസ് കണ്ടീഷൻ മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ബൈ ദ പ്രൈവറ്റ് കമ്പനി. അതായത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ പോയിന്റോ ടോട്ടൽ ബോറോയിങ്സിൻ്റെ പോയിന്റോ ടോട്ടൽ റവന്യൂയുടെ പോയിന്റോ ഏതെങ്കിലും ഒന്ന് അൺസാറ്റിസ്ഫൈ ആയിക്കഴിഞ്ഞാൽ, ഇതിൽ ഏതെങ്കിലും ഒരു ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് എന്ത് വരും? CARO ആപ്ലിക്കബിലിറ്റി വരും. സോ ഇതെല്ലാം പാലിച്ചാൽ മാത്രമേ പ്രൈവറ്റ് കമ്പനിക്ക് എക്സെപ്ഷൻ കിട്ടത്തുള്ളൂ. സോ ഫസ്റ്റ് തിങ്, ഇപ്പോൾ ഇനി ഇതിൽ വരാൻ വന്ന മറ്റ് അഡ്ജസ്റ്റ്മെന്റ്സിനെ പറ്റി നമുക്ക് പഠിക്കാം. ഓക്കെ, പബ്ലിക് കമ്പനി, ഇത് സിമ്പിളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റും. പബ്ലിക് കമ്പനിക്ക് CARO 2020 ആപ്ലിക്കബിൾ ആവുമോ? ഒബ്വിയസ്ലി, ഉറപ്പായിട്ടും ആകും, ഒരു സംശയം വേണ്ട. കാരണം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് മാത്രമേ എന്തുള്ളൂ? എക്സെപ്ഷൻ ഉള്ളൂ. പബ്ലിക് കമ്പനിക്ക് അപ്പോൾ തീർച്ചയായിട്ടും CARO ആപ്ലിക്കബിലിറ്റി വരും, സംശയം വേണ്ട. അത് സിമ്പിളായിരുന്നു, കുഴപ്പമില്ല. ദെൻ വാട്ട് അബൌട്ട് എ പ്രൈവറ്റ് അൺലിമിറ്റഡ് കമ്പനി? കമ്പനീസ് ആക്ടിൽ അങ്ങനത്തെയും പ്രൊവിഷനുണ്ട്. എ കമ്പനി ക്യാൻ ബി എ ലിമിറ്റഡ് കമ്പനി ആൻഡ് ഓൾസോ എൻ അൺലിമിറ്റഡ് കമ്പനി. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടീസ് ഉണ്ട്, ആൻഡ് ദെൻ ദർ ആർ അൺലിമിറ്റഡ് കമ്പനീസ്. അങ്ങനത്തെയും കൺസെപ്റ്റ് കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. സോ പ്രൈവറ്റ് അൺലിമിറ്റഡ് കമ്പനി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. വന്നാലോ ICA ആണ്, പറയാൻ പറ്റത്തില്ല. ഇഫ് ദേ വാണ്ട് ടു മേക്ക് എ ട്രിക്കി പേപ്പർ, ജസ്റ്റ് ഒരു UN എന്ന വാക്ക് എക്സ്ട്രാ അഡീഷണലി കയറ്റിയാൽ മതി. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് CARO ആപ്ലിക്കബിൾ അല്ല എന്ന് എഴുതാൻ വരട്ടെ. പ്രൈവറ്റ് അൺലിമിറ്റഡ് കമ്പനി ഇസ് നോട്ട് കവേർഡ് ഇൻ ദി എക്സെപ്ഷൻ. CARO 2020 143 സബ്സെക്ഷൻ 11 പ്രകാരം CARO 2020യുടെ എക്സെപ്ഷൻ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കേ ഉള്ളൂ. അതായത് ഒരു പ്രൈവറ്റ് അൺലിമിറ്റഡ് കമ്പനി എന്നൊരു ക്വസ്റ്റ്യനിൽ വന്നാൽ പോലും മനസ്സിലാക്കണം, അവർക്ക് CARO 2020 ആപ്ലിക്കബിലിറ്റി തീർച്ചയായിട്ടും വരും, അവർക്ക് എക്സെപ്ഷൻ ഇല്ല. ഓക്കെ ആണോ? അതേപോലെ നമ്മൾ ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് എന്നൊക്കെ കണ്ടല്ലോ അഡീഷണൽ കണ്ടീഷൻസിൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വരുമ്പോഴാണ് പെയ്ഡ് അപ്പ്? ഇത് ഒരു പാസ്റ്റ് എക്സാം ക്വസ്റ്റൻ ആണ്. ആക്ച്വലി പാസ്റ്റ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു തരം ഏരിയ ആണ് സംഭവം. അവർ കുറേ ഐറ്റംസ് തരും. ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സിൻ്റെ തന്നെ പല ടൈപ്പ്, സെക്യൂരിറ്റീസ് പ്രീമിയം, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എല്ലാം കൂടി തന്നിട്ട് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം വെദർ ദിസ് കമ്പനി വിൽ ഹാവ് CARO 2020 എക്സെപ്ഷൻ ഓർ CARO 2020 ആപ്ലിക്കബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ അത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് 1 കോടി കടക്കാൻ പാടില്ല. അത് പഠിച്ചു വെക്കാൻ ആർക്കും പറ്റും. പക്ഷേ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്ന് മനസ്സിലാക്കണം.
അവിടെയാണ് ഒരു CA ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ CA ഫൈനൽ ലെവലത്തെ സ്റ്റുഡൻറ്റ് അവിടെയാണ് ചലഞ്ച് ചെയ്യപ്പെടുന്നത്. സോ യു ഷുഡ് എക്സ്പെക്ട് സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾസോ. സോ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ട്സ് ആണ്. നിങ്ങൾ അക്കൗണ്ടൻസിയും അഡ്വാൻസ് അക്കൗണ്ട്സും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. സോ ഡെഫിനറ്റ്ലി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന വാക്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം? ഇക്വിറ്റി ഷെയർസ് വരുമോ? ഉറപ്പായിട്ടും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. പ്രിഫറൻസ് ഷെയർസ് വരുമോ? തീർച്ചയായിട്ടും പ്രിഫറൻസ് ഷെയർസ് വരും. അതേപോലെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. ഇതെല്ലാം എന്താണ്? നമ്മളുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, റൈറ്റ് ഷെയർസ് എന്നാണ് ഞാൻ പറഞ്ഞത്. റൈറ്റ്, ഒരു കമ്പനി റൈറ്റ് ഇഷ്യൂ ചെയ്തെന്ന് വിചാരിച്ചോ, റൈറ്റ്സ് എന്ത് വരുന്നില്ല? പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഭാഗത്ത് ആഡ് ചെയ്യാൻ പാടില്ല. റൈറ്റ് ഷെയർസ്, ആ റൈറ്റ് എക്സർസൈസ് ചെയ്യുമ്പോഴാണ്. വെറുതെ റൈറ്റ്സ് കൊടുത്തു എന്നുള്ളതുകൊണ്ട് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കൊടുത്തില്ല. ബേസിക് അക്കൗണ്ട്സ് ആണ്, അതൊന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്നറിയാം, എന്നാലും മനസ്സിലാക്കി വയ്ക്കുക. എന്താണ്? റൈറ്റ്സ് ഒരിക്കലും പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഭാഗത്തില്ല. ആ റൈറ്റ്സ് എക്സസൈസ് ചെയ്തിട്ട് ഷെയർ ആക്കി മാറ്റുമ്പോൾ തീർച്ചയായിട്ടും ഇറ്റ് വിൽ ഫോം പാർട്ട് ഓഫ് യുവർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഹൗ അബൌട്ട് യുവർ കോൾസ് ഇൻ അഡ്വാൻസ് ആൻഡ് കോൾസ് ഇൻ അരിയേഴ്സ്? കോൾസ് ഇൻ അഡ്വാൻസ് നമ്മൾ എടുക്കാൻ പാടില്ല. ഓക്കെ, കോൾസ് ഇൻ അഡ്വാൻസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഭാഗമാകത്തില്ല. യു ഷുഡ് സിംപ്ലി ഇഗ്നോർ ദാറ്റ്. ക്വസ്റ്റനിലെ കോൾസ് ഇൻ അഡ്വാൻസ് തന്നിട്ടുണ്ടെങ്കിൽ that should not form part of your calls in advance and never part of your paid up capital. Calls in arrears ആണെങ്കിലോ, ഏത് കോൾസ് ആണോ അരിയേഴ്സ് ആയിട്ട് നിൽക്കുന്നത്, ദാറ്റ് മീൻസ് അത് പെയ്ഡ് അപ്പ് ആയിട്ടില്ല. അങ്ങനെ അരിയേഴ്സിൽ കിടക്കുന്നത് എത്ര ആകുമ്പോഴാണോ, അത് എത്ര രൂപയും കൂടി കിട്ടുമ്പോഴാണോ അത് ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ട് മാറുന്നത്, ആ കോൾസ് ഇൻ അരിയേഴ്സിന്റെ പോർഷൻ എപ്പോഴും നമ്മൾ മൈനസ് ചെയ്ത് കളയണം ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ ആണോ? സോ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ചോദിച്ചത്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇൻക്ലൂഡ്സ് ദ നോർമൽ ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ, റൈറ്റ് ഷെയർസ്, ബോണസ് ഷെയർസ് എല്ലാം വരും. കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ടുള്ള വിളിച്ചിട്ടുള്ള കോൾസ് അത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ ഭാഗമാക്കരുത്. അതേപോലെ അരിയേഴ്സ് ആയിട്ട് കിടക്കുന്ന സാധനം അത് പെയ്ഡ് അപ്പ് ആയിട്ടില്ല, എത്ര രൂപയാണോ അരിയേഴ്സ് ആയിട്ട് കിടക്കുന്നത് അത് മൈനസ് ചെയ്ത് മാറ്റണം. എന്നാലേ നിങ്ങൾക്ക് ഈ പറയുന്ന പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ ഫിഗർ കിട്ടത്തുള്ളൂ. അപ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ കാര്യം പറഞ്ഞു. ഇനി റിസർവ്സ് ആണെങ്കിലോ, കാരണം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ഒരു കോടി കിടക്കാൻ പാടില്ല എന്നാണ് നമ്മളുടെ കണ്ടീഷൻ. സോ ഈ റിസർവ്സിന്റെ അർത്ഥം നമുക്ക് നോക്കാം. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എന്തൊക്കെ വരും? ക്യാപിറ്റൽ റിസർവ്സ് വരും, ഫ്രീ റിസർവ്സ് വരും, ഇല്ലേ? റിസർവ്സ് ഒക്കെ നമ്മൾ കുറേ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ക്യാപിറ്റൽ റിസർവ്സ് വരുമോ? തീർച്ചയായിട്ടും ക്യാപിറ്റൽ റിസർവ് ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ അത് എടുക്കണം. അങ്ങനെയാണെങ്കിൽ റിസർവ് ക്യാപിറ്റലോ? റിസർവ് ക്യാപിറ്റൽ അതും വരുമായിരിക്കും അല്ലേ? കാരണം ക്യാപിറ്റൽ റിസർവ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ റിസർവ് ക്യാപിറ്റൽ ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും റിസർവ് ക്യാപിറ്റലും വരണം. രണ്ടും ഒന്നാണ് അല്ല. റിസർവ് ക്യാപിറ്റൽ ഇസ് നോട്ട് ആക്ച്വലി ഈ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപിറ്റൽ റിസർവോ റിഡംഷൻ റിസർവോ ആയിട്ട് അതിനെ കരുതാൻ പറ്റത്തില്ല. റിസർവ് ക്യാപിറ്റൽ ഇസ് ദാറ്റ് amount it is a type of reserve only, but അതിൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ മെയിൻ റിസർവ്സിൻ്റെ കൂടെ അത് ആഡ് ചെയ്ത് കാണിക്കില്ല. ദിസ് പർട്ടിക്കുലർ amount which is kept as റിസർവ് ക്യാപിറ്റൽ എന്ന പേരിൽ നമ്മൾ മാറ്റിവെക്കുന്ന അമൗണ്ടിൻ്റെ ഉദ്ദേശം, കമ്പനി എങ്ങാൻ ഡിസൊല്യൂഷനിൽ പോവുകയാണെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ, ലിക്വിഡേഷൻ, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ലിക്വിഡേഷൻ എക്സ്പെൻസസിനൊക്കെ വേണ്ടിയിട്ട്, ലിക്വിഡേഷൻ അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് വേറെ എവിടെയും അലയേണ്ടി വരത്തില്ല. അപ്പോൾ ലിക്വിഡേഷന് വേണ്ടിയിട്ട്, ലിക്വിഡേഷൻ ഭാവിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന ഒരു പൈസ, അതിനെയാണ് കമ്പനീസ് ആക്ടിലെ കമ്പനി ലോസ് പ്രകാരം റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് നോട്ട് ആക്ച്വലി എ പാർട്ട് ഓഫ് യുവർ റിസർവ്സ് ഓഫ് ദ കമ്പനി. റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ ഭാഗമല്ല അത്. അത് ഡിസൊല്യൂഷൻ സമയത്തും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാറ്റുക. അത് നിർത്തി റിസർവ് ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാനോ റിസർവ് ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ട് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അതൊന്നും സാധിക്കത്തില്ല. ഓക്കെ, റിസർവ് ക്യാപിറ്റൽ ഹാസ് നോ ബന്ധം വാട്ട്സ് ഓവർ വിത്ത് ദ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി ഓർ എനിത്തിങ്. അത് ലിക്വിഡേഷൻ സമയത്ത് ഉപയോഗിക്കാനുള്ള മാറ്റിവെക്കുന്ന പൈസ. സോ അത് റിസർവ് ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അടുത്ത ഐറ്റം നമ്മുടെ ഫ്രീ റിസർവ്സ്, ജനറൽ റിസർവ്സ് എടുക്കോ? ഒബ്വിയസ്ലി എടുക്കാം, ഒരു കുഴപ്പമില്ല. ക്യാപിറ്റൽ റിസർവ്സ്, ഫ്രീ റിസർവ്സ്, സെക്യൂരിറ്റീസ് പ്രീമിയം എടുക്കാം, ഫ്രീ റിസർവ്സ് ആണ്. ഓക്കെ, സെക്യൂരിറ്റീസ് പ്രീമിയം ഫ്രീ റിസർവ് അല്ല, അതൊരു ക്യാപിറ്റൽ റിസർവ് ആണ്. ആൻഡ് ദാറ്റ് വിൽ ഫോം പാർട്ട് ഓഫ് യുവർ റിസർവ്സ് എന്ന് പറയുന്നത്. കാരണം സെക്യൂരിറ്റീസ് പ്രീമിയത്തിനൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ, അത് ഫ്രീ റിസർവ് അല്ല. ഏതൊക്കെ പർപ്പസിനെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെ സ്പെസിഫിക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ സ്പെസിഫിക് ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, സോ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ ഭാഗം ആക്കി നമുക്ക് എടുക്കാം. റീവാലുവേഷൻ റിസർവ് ഉണ്ടെങ്കിൽ അതും റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ ഭാഗമാക്കി എടുക്കാം. ഇനി വെറുതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയ രണ്ട് റിസർവ്സ്, DRR CRR എടുക്കോ? ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എടുക്കും.
അത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. DRR, CRR ഒക്കെ റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ ഭാഗമാണ്. ഹൗ അബൌട്ട് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ റിസർവ്, റിസർവ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്? ഇത്തരം റിസർവ്സോ? ഇങ്ങനത്തെ റിസർവ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ റിസർവ്, റിസർവ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. See, these are basically provisions. ഓക്കെ, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ റിസർവ് എന്ന് കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റിസർവ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ പ്രൊവിഷൻ ഫോർ ബാഡ് എന്ന് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇത് പ്രൊവിഷൻസ് തന്നെയാണ്, ഇത് പ്രൊവിഷൻ തന്നെയാണ്. കമ്പനിക്ക്, നമ്മുടെ ക്ലയന്റ് കമ്പനിക്ക് അതിന് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം. അവർ ചിലപ്പോൾ അവരുടെ P&L അക്കൗണ്ടിൽ റിസർവ് ഫോർ ഡിപ്രിസിയേഷൻ, റിസർവ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്നിട്ടേക്കാം. ബട്ട് അവരെന്ത് പേരിട്ട് വിളിച്ചാലും അതെന്താണ്? അതൊരു പ്രൊവിഷനാണ്. എന്താണ് പ്രൊവിഷനും റിസർവ്സും തമ്മിലുള്ള വ്യത്യാസം? റിസർവ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, അല്ലേ? പ്രോഫിറ്റ്സിന്റെ പ്രോഫിറ്റിൽ നിന്നും എടുക്കുന്ന അപ്രോപ്രിയേഷനെയാണ് നമ്മൾ റിസർവ്സ് എന്ന് പറയുക. ഈ പറയുന്ന പ്രൊവിഷൻ എന്ന് വെച്ചാലോ, പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ചാർജ് അഗൈൻസ്റ്റ് ദ പ്രോഫിറ്റ്. സോ ദർ ഇസ് എ ക്ലിയർ കൺസെപ്ച്വൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ റിസർവ് ആൻഡ് എ പ്രൊവിഷൻ. അപ്പോൾ ഈ പറയുന്ന റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ബാലൻസിൽ എന്തെടുക്കരുത്? ഇത്തരം ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്, പ്രൊവിഷൻസ് ഒന്നും എടുക്കരുത്. ദാറ്റ് ഇസ് എ ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ്സ്. ഇറ്റ് ഇസ് ഓൾ ടുഗദർ ഡിഫറെൻറ്റ് കൺസെപ്റ്റ്. അത് റിസർവ്സിന്റെ മീനിങ്ങിൽ വരത്തില്ല. സോ ഇതൊക്കെയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലും റിസർവ്സിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട പോയിന്റ്സ്. തീർന്നിട്ടില്ല. നമ്മൾ ബോറോയിങ്സിനെ പറ്റിയിട്ടും പറഞ്ഞല്ലോ. ബോറോയിങ്സ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ ഷുഡ് നോട്ട് എക്സീഡ് 1 കോടി എന്ന് പറഞ്ഞല്ലോ. ഈ ബോറോയിങ്സ് പറയുമ്പോൾ എന്തെല്ലാം വരാൻ ചാൻസ് ഉണ്ട്? അതാണ് അടുത്ത് പഠിക്കേണ്ടത്. ബോറോയിങ്സ് എന്ന് പറയുമ്പോൾ ഫണ്ടഡ് ബോറോയിങ്സ് ഉണ്ടാവും, ഫണ്ടഡ് ലോൺസ് ഉണ്ടാവും, നോൺ ഫണ്ടഡ് ലോൺസ് ഉണ്ടാവും. എന്താണ് ഈ നോൺ ഫണ്ടഡ് ലോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ബേസിക്കലി ലോൺ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഫണ്ടിന്റെ ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ ഫണ്ടഡ് ലോൺ എന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കുന്നുണ്ട്, നമ്മൾ ആർക്കോ ശരിക്കും കാശ് കൊടുത്തു. അപ്പോൾ ഈ നോൺ ഫണ്ടഡ് ലോൺസോ? നോൺ ഫണ്ടഡ് ലോണും ഒരു ലോൺ തന്നെയാണ്, ഇറ്റ് ഈസ് ഓൾസോ എ ബോറോയിങ്. പക്ഷെ നോൺ ഫണ്ടഡ് ലോൺസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആക്ച്വൽ അമൗണ്ട് ഓഫ് മണി ഇൻവോൾവ് അല്ല, പൈസയുടെ ട്രാൻസ്ഫർ ഇല്ല. അതായത് കമ്പനി നമ്മുടെ ക്ലയന്റ് കമ്പനി ലോൺ എടുത്തിട്ടുണ്ട്, ഓക്കെ, ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട്, പൈസയായിട്ടും ലോൺ എടുത്തിട്ടുണ്ട്. ലെറ്റ് us say 2 കോടി രൂപ പൈസയായിട്ട് ലോൺ എടുത്തു. ദാറ്റ് ഇസ് ഫണ്ടഡ് ലോൺസ്. എക്സെപ്ഷൻ നഷ്ടപ്പെട്ടു. ഇനി 2 കോടി രൂപ ഫണ്ടഡ് ലോൺസ് അല്ല, അവർ പകരം 2 കോടി രൂപയ്ക്ക് നോൺ ഫണ്ടഡ് ലോൺസ് ആണ് എടുത്തിട്ടുള്ളത്. അത് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് വരത്തില്ല? ഇവർക്ക് കാരോന്റെ ആപ്ലിക്കബിലിറ്റി വരത്തില്ല. സാറേ ബോറോയിങ്സ് 1 കോടി കഴിഞ്ഞില്ലേ? കുഴപ്പമില്ല, ബോറോയിങ്സ് 1 കോടി കഴിഞ്ഞു. പക്ഷെ എന്ത് ബോറോയിങ്സ് ആണ്? നോൺ ഫണ്ടഡ് ലോൺസ് ആണ്. എന്താ ഈ നോൺ ഫണ്ടഡ് ലോൺസിന് എക്സാമ്പിൾ? നമ്മുടെ ബാങ്കുകൾ കൊടുക്കുന്ന ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ബാങ്ക് ഗ്യാരണ്ടി, ഇതിനൊക്കെയാണ് നമ്മൾ നോൺ ഫണ്ടഡ് ലോൺസ് പറയുക. ഇത്തരം നോൺ ഫണ്ടഡ് ലോൺസും ബോറോയിങ്സ് ആണ് ആക്ച്വലി. പക്ഷെ ഇതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കണ്ട? ഈ ടോട്ടൽ ബോറോയിങ്സ് ഫോർ ദ പർപ്പസ് ഓഫ് 143 സബ്സെക്ഷൻ 11 എക്സെപ്ഷൻ കണ്ടുപിടിക്കാൻ നേരത്ത് ആ 1 കോടി ഡ്യൂറിംഗ് ദ ഇയർ കടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന നേരത്ത് ഫണ്ടഡ് ലോൺസ് മാത്രം നമ്മൾ എടുത്താൽ മതി. ഏതെടുക്കേണ്ട ആവശ്യമില്ല? നോൺ ഫണ്ടഡ് ലോൺസ് എടുക്കേണ്ട ആവശ്യമില്ല. ലെറ്റർ ഓഫ് ക്രെഡിറ്റും ബാങ്ക് ഗ്യാരണ്ടിയൊക്കെ ഈ കമ്പനി ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്തിൽ വരത്തില്ല? നമ്മളുടെ 1 കോടിയുടെ ലിമിറ്റിൽ വരികയില്ല. മനസ്സിലാകുന്നുണ്ടോ? സോ ഇത്തരം ഏരിയാസിലൊക്കെയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. ആ എക്സാമിന്റെ ഹീറ്റിൽ 3 hours നിങ്ങൾ എക്സാം എഴുതാൻ നിൽക്കുന്ന സമയത്ത് ഇത്തരം ഏരിയാസിലൊക്കെയാണ് അവർക്ക് മാക്സിമം ട്വിസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. വെറുതെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഈ ഫണ്ടഡ് ലോണിൽ ബാക്കി എന്ത് വരും? നമ്മുടെ ഷോർട്ട് ടേം ആയിട്ടുള്ള ലോൺസ്, ലോങ് ടേം ലോൺസ്, സെക്യൂർഡ് ലോൺസ്, അൺസെക്യൂർഡ് ലോൺസ്, ഈവൻ ബാങ്കിൽ നിന്നുള്ള ക്രെഡിറ്റ് കാർഡ് ഡ്യൂസ്, ക്രെഡിറ്റ് കാർഡിന്റെ ഡ്യൂസ്, ഇതെല്ലാം ഫണ്ടഡ് ലോൺസിൽ വരും. ഓക്കെ, ഇതെല്ലാം കമ്പനിയുടെ ബോറോയിങ്സിന്റെ ലിമിറ്റിൽ വരും. പക്ഷെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ബാങ്ക് ഗ്യാരണ്ടി മാതിരി ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക, അത് നോൺ ഫണ്ടഡ് ലോൺസ് ആണ്. നോൺ ഫണ്ടഡ് ലോൺസ് ആണ്. അതിന് എന്ത് വരത്തില്ല? ഈ ബോറോയിങ്സിന്റെ കണക്കിലോട്ട് തന്നെ എടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഈ പോയിന്റ് കൂടി പറയാൻ മറന്നു. എന്താണ് സംഭവം? നമ്മളുടെ ഫണ്ടഡ് ലോൺസിൽ ഷോർട്ട് ടേമോ ലോങ് ടേമോ, സെക്യൂർഡ് ആയിക്കോട്ടെ, അൺസെക്യൂർഡ് ആയിക്കോട്ടെ, ക്രെഡിറ്റ് കാർഡ് ഡ്യൂസ് ആയിക്കോട്ടെ, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ആയിക്കോട്ടെ. ബിസിനസ്സുകാർ ചിലപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എടുക്കും. സോ നമ്മളുടെ കമ്പനി, ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനി, ഒരു ഓവർ ഡ്രാഫ്റ്റ് എടുത്തോട്ടെ. വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ്, ഇതെല്ലാം ഈ ഫണ്ടഡ് ലോൺസിന് മീനിങ് വരും. ആൻഡ് ഇതിന്റെ എല്ലാം പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ്, അക്രൂഡ് ആൻഡ് ഡ്യൂ, അത് എല്ലാം കൂടി ആഡ് ചെയ്യുന്നതാണ് ഫണ്ടഡ് ലോൺസ് എന്ന് വെച്ചാൽ. ഓക്കെ, ഷോർട്ട് ടേം ലോൺസിൽ പ്രിൻസിപ്പിൾ ഇത്ര, ഇൻട്രസ്റ്റ് ഇത്ര, അങ്ങനെ അവർ സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ രണ്ടും എടുക്കുക. രണ്ടും ആഡ് ചെയ്തിട്ട് വേണം ഈ 1 കോടി ചെക്ക് ചെയ്യാനായിട്ട്. ഇൻട്രസ്റ്റിൽ തന്നെ അവർ വീണ്ടും കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ, ഇൻട്രസ്റ്റ് നോട്ട് ഡ്യൂ, ഇൻട്രസ്റ്റ് അക്രൂഡ് ആൻഡ് ഡ്യൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ്
അക്രൂ ആയി ഡ്യൂ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് മാത്രമേ നമ്മളുടെ ബോറോയിങ്സിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ആണോ? ദിസ് ഈസ് ദ മാക്സിമം ലെവൽ. നിങ്ങൾക്ക് ബോറോയിങ്സിലോട്ട് മാക്സിമം കൺഫ്യൂഷൻ അടുപ്പിച്ച് ചോദിക്കാവുന്നത് ഇത്രയും ഏരിയ ആണ്. നൗ ലാസ്റ്റ് സംഭവം ആപ്ലിക്കബിലിറ്റി. നമ്മുടെ വീഡിയോ സെഗ്മെന്റ് നമുക്ക് തീർക്കാം, ഇനി അധികം ലെങ്ത് ആക്കേണ്ട. ആപ്ലിക്കബിലിറ്റി മാത്രം ഈ വീഡിയോ വേണ്ടി വന്ന 2-3 വർഷം കണ്ടു നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തെറ്റിക്കാൻ ചാൻസ് ഉള്ള പല അഡ്ജസ്റ്റ്മെന്റ്സും ഇൻക്ലൂഡ് ആണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ വീഡിയോ സെഗ്മെന്റിൽ. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. Provided that this order shall not apply to the auditor's report on consolidated financial statements except clause 21. അപ്പോൾ ക്ലോസ് 21 പഠിക്കാൻ വരട്ടെ. അത് ക്ലോസസ് പഠിക്കുന്ന ഓർഡറിൽ ക്ലോസ് 21 പഠിക്കാം. ഈ സെന്റൻസിന് അർത്ഥം എന്താണ്? നമ്മുടെ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 129 എന്നൊരു സെക്ഷൻ ഉണ്ട്. ഈ 129 എന്ന സെക്ഷനിലാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റി പറയുന്നത്. ആൻഡ് 129 പറയുന്നുണ്ട്, ഒരു കമ്പനിക്ക് ഒന്നിലധികം കോമ്പണൻസ് ഉണ്ടെങ്കിൽ, സെക്ഷൻ 129 പറയുകയാണ്. ഐ എം ടെല്ലിംഗ് 129 ഹിയർ. ഫസ്റ്റ് ഗ്രൂപ്പിലത്തെ ലോയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു കമ്പനിക്ക് ഒന്നിലധികം കോമ്പണൻസ് ഉണ്ടെങ്കിൽ ദെൻ ആ കമ്പനി ആ വർഷത്തിലേക്ക് അവരുടെ സ്റ്റാൻഡ് അലോൺ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് പുറമെ അഡീഷണൽ ആയിട്ട് അവരുടെ എല്ലാ ഇന്റർമീഡിയറ്റ്സിന്റെയും എല്ലാ കോമ്പണൻസിന്റെയും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒത്തിണക്കിക്കൊണ്ട് ഒരു കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും പ്രിപ്പയർ ചെയ്യണം എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഈ പറയുന്ന സെക്ഷൻ 129 പറയുന്നുണ്ട്. സോ നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ക്ലയന്റ് കമ്പനിക്ക് ഇതുപോലെ സ്റ്റാൻഡ് അലോൺ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കൂ. ദിസ് കാരോ റിപ്പോർട്ടിംഗ് വിൽ ഓൺലി ബി ആപ്ലിക്കബിൾ ടു ദ സ്റ്റാൻഡ് അലോൺ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മേൽ എന്ത് റിപ്പോർട്ടിംഗ് വരത്തില്ല? അതിൻ്റെ മേൽ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളിലോട്ട് നമ്മളുടെ കാരോ റിപ്പോർട്ടിംഗ് ആപ്ലിക്കബിൾ ആവത്തില്ല എക്സെപ്റ്റ് ക്ലോസ് 21. എക്സെപ്റ്റ് ക്ലോസ് 21. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 21 ക്ലോസ് പഠിക്കാനുണ്ട്. 143 സബ്സെക്ഷൻ 11 ഓർഡർ ഒരു കമ്പനിക്ക് ആപ്ലിക്കബിൾ ആവുകയാണെങ്കിൽ ദെൻ ആ ഓർഡറിൽ പറയുന്ന 21 കാര്യങ്ങളെ പറ്റിയിട്ട് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യണം. ദാറ്റ് ഇസ് ദ ഡ്യൂട്ടി ഹിയർ. ആ ക്ലോസസ് ഓരോന്നായിട്ട് നമ്മൾ ഇനി അടുത്ത വീഡിയോ സെഗ്മെന്റിലോട്ട് പഠിക്കും. അതിൽ 21ാമത്തെ ക്ലോസ് മാത്രമേ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. ആദ്യത്തെ 20 ക്ലോസുകളും റിഗാർഡിംഗ് എ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് യു ആർ നോട്ട് റിക്വയർഡ് ടു ചെക്ക്. ഓക്കെ ആണോ? സോ ദിസ് ഇസ് ദ തിയറി റിഗാർഡിംഗ് ദ ആപ്ലിക്കബിലിറ്റി. നമുക്ക് ഇനി അടുത്ത വീഡിയോ സെഗ്മെന്റ് തൊട്ടിട്ട് ഓരോ മാറ്റേഴ്സ് ആയിട്ട് പഠിക്കാം. ശരി, താങ്ക് യു.